ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് തന്നെ ഇവിടെ എത്തിയത്. ഇൻസ്റ്റ വഴിയാണ് ഇത് കാണുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭംഗി കണ്ടിട്ട് കാണാൻ വേണ്ടി വന്നതാ. എന്താ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ കബോബ ഫർക്കാറ്റ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒറിജിനൽ നെയിം വരുന്നത്. സാധാരണ ഇതങ്ങനെ നമ്മളെ ഒരു ഏരിയയിൽ കണ്ടതല്ല. ഫ്ലോറിഡ, ക്യൂബ അതുപോലത്തെ സ്ഥലത്താണ് കാണുക. പിന്നെ മനസ്സിലായത് ഇതിന് നല്ല സൂര്യപ്രകാശം വേണം, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷനുള്ള ഏരിയയിലാണ് ഇത് നന്നായിട്ട് ഉണ്ടാവാന്ന് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ കണ്ടു. കോഴിക്കോടിൻ്റെ നെല്ലറയായ പേരാമ്പ്ര ആവളപ്പാണ്ടിയിൽ ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്കാണ്. മറ്റൊന്നുമില്ല, നെല്ലറയിലേക്ക് വെള്ളമെത്തിക്കുന്ന കനാൽ നിറയെ കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന നിറച്ചാർത്താണ്. ഇവ കാണാനാണ് ആൾക്കൂട്ടം എത്തുന്നത്. അക്വേറിയം ഇനത്തിൽപ്പെടുന്ന ചെല്ലിപ്പൂവാണ് ഇവിടുത്തെ താരം. കനാലിൽ അങ്ങിങ്ങ് ഇവ കണ്ടുവരാറുണ്ടെങ്കിലും ഈ വർഷമാണ് സമൃദ്ധമായി പൂത്തുലഞ്ഞെന്ന് നാട്ടുകാർ പറയുന്നു. ഈ വർഷം ഇത് വന്നപ്പോൾ ആരോ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ആക്കി ഇട്ടപ്പോൾ അത് ഫേമസായി. ഈ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരികളുടെയും ഒക്കെ സ്റ്റാറ്റസായി മാറി. പിന്നെ ന്യൂസ് ചാനലുകൾ, പത്രങ്ങൾ, മറ്റെല്ലാ മാധ്യമങ്ങളും, സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇത് തന്നെയാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. കുറ്റിയോട്ട് നടയിൽ ഭാഗത്തെ 1/2 കിലോമീറ്ററിലധികം ദൂരത്തിലാണ് മുള്ളൻപായൽ ഇനത്തിൽപ്പെട്ട ചെല്ലിപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത്. ശക്തമായ വെയിലിൽ 12 മണി മുതൽ 3 മണി വരെയാണ് പൂവ് പൂർണ്ണമായി വിടർന്നു നിൽക്കുക. പ്രദേശത്തുകാരായ സുജേഷും അജിത്തും ചിത്രമെടുത്ത് സ്റ്റാറ്റസ് ഇട്ടതോടെയാണ് ചെല്ലിപ്പൂക്കൾ വൈറലായത്. കണ്ണിന് കുളിരേകുമെങ്കിലും ഇവ മറ്റ് കൃഷികളുടെ അന്തകരാകും. പടർന്നു പിടിച്ചാൽ ഇവ കളയായി ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ച് സ്വാഭാവിക ഒഴുക്കും ഇല്ലാതാകും. അതോടെ മത്സ്യസമ്പത്ത് നശിക്കും. ഇവിടുന്ന് പലരും ഇത് കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. അവരങ്ങനെ കളക്ട് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധയില്ലാതെ അവിടെ വയലിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇട്ടാൽ അത് അവിടുന്ന് വളരും, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അത് ആ ഏരിയ ഡൊമിനേറ്റ് ചെയ്തിട്ട് പിന്നെ ഇത് തന്നെയായിരിക്കും അവിടെ മെയിനായിട്ടും കാണുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ കാണാനുള്ളൊരു ഭംഗി ഇതിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിലും ഉണ്ടാവണം എന്നില്ല. അത് ഓസ്ട്രേലിയയിൽ കംബോംബയെ ദേശീയ ഗൗരവമുള്ള കളയായാണ് കണക്കാക്കുന്നത്. ഓസ്ട്രേലിയയിലെ കിഴക്കൻ തീരത്ത് ഇത് ചില ജലപാതകളെ നശിപ്പിച്ചതായും പഠനങ്ങൾ പറയുന്നു. ആവളപ്പാണ്ടിയിൽ ഇവ വ്യാപിച്ചാൽ നെൽകൃഷിയെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. ഈ ന്യൂസ് കോഴിക്കോട്.